കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ബ്ലാക്ക് മാർക്ക് സംവിധാനം ഏർപ്പാടാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. താനെ ലൈസൻസ് റദ്ദാവുന്ന സംവിധാനം നടപ്പാക്കും. ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ബസ് ജീവനക്കാരിൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ലൈസൻസ് താനെ അങ്ങ് കട്ടാകും ഒരു വർഷത്തിൽ. നാട്ടുകാർക്ക് ക്രിമിനൽസിനെ കൊണ്ട് പറഞ്ഞു. കൊല്ലത്ത് കോട്ടയത്ത് ഇന്നലെ പിടിച്ച ആളെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ് ഡ്രൈവർ. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡ്രൈവർ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ KSRTC ജോലി കയറണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലേ? പ്രൈവറ്റ് ബസ്സിൽ അത് ബാധമാക്കിയിട്ടുണ്ട്. നിർബന്ധമാക്കിയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ എല്ലാം പരിശോധിക്കും, അല്ലാത്തവരെ പുറത്താക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, എവിടെയാണ് മന്ത്രിയുടെ ഈ ഒരു പ്രസംഗം ഉണ്ടായത്? എന്തായാലും കടുത്ത തീരുമാനവുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട് പോകുന്നു. ഇന്ന് വൈകുന്നേരത്ത് കോട്ടയം വൈക്കത്ത് നിന്നും തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്കുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഫ്ലാഗ് ഓഫുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഡ്രൈവിംഗ് നിലവാരത്തിൽ വളരെയേറെ പോരായ്മകളുണ്ട്, ഡ്രൈവിംഗ് കൾച്ചർ സംസ്കാരമടക്കം മാറേണ്ടതുണ്ട് എന്ന രീതിയിൽ മന്ത്രി പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു. ഒപ്പം ഈ ഡ്രൈവർമാർ ഉൾപ്പെടുന്ന ബസ് ജീവനക്കാരിൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉണ്ട്. അത്തരക്കാരെ ഒരു കാരണവശാലും വെച്ചു വെറുപ്പിക്കില്ല എന്നും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ബ്ലാക്ക് മാർക്ക് സംവിധാനം കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിനിടയ്ക്ക് 6 തവണ ഇത്തരത്തിൽ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ബ്ലാക്ക് മാർക്കിന് ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവരുടെ ലൈസൻസ് താനെ റദ്ദാവുന്ന സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് ഒരു 2 വർഷം പ്രൊബേഷൻ കാലയളവ് KSRTCയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാകും. ഈ പ്രൊബേഷൻ കാലയളവിൽ കൂടുതൽ തെറ്റ് വന്നാൽ ആ ലൈസൻസും റദ്ദാക്കുന്നതിനുള്ള തീരുമാനവും നടപടിക്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോഴുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലൈസൻസ് സംവിധാനം കൂടുതൽ നിയന്ത്രണങ്ങൾ അതിൽ കൊണ്ടുവരുമ്പോൾ കേരളത്തിന് പുറത്തു നിന്ന് പോയി, പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി ലൈസൻസ് എടുക്കുന്ന ആളുകളുടെ പ്രവണത കൂടി വരുന്നുണ്ട്. ഈ കാര്യം നിലവിൽ മന്ത്രി തമിഴ്നാട് ഗതാഗത മന്ത്രിയെയും ബോധിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗതാഗത മന്ത്രിയും ഇന്ന് ആ ചടങ്ങിൽ ഗണേഷ് കുമാറിനൊപ്പം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യം മന്ത്രി തമിഴ്നാട് മന്ത്രിയെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹം അറിയിക്കുന്നു. സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടിട്ടുണ്ട് ഗതാഗത വകുപ്പ് എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ KSRTC ആ ഒരു കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ യാത്രക്കാരുടെയും ഒപ്പം ജീവനക്കാരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അത് താൻ അപേക്ഷിക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒപ്പം കേരളത്തിലെ സഹകരണ സംഘങ്ങളോട് ചേർന്നുകൊണ്ട് KSRTC സ്റ്റാൻഡുകളിലും KSRTC ബസ്സുകളിലും കൂടുതൽ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ കൊണ്ടുവന്നുകൊണ്ട് KSRTCയെ സാമ്പത്തികമായിട്ട് ലാഭത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളതായിട്ടാണ് നിലവിൽ ഗതാഗത മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനം ഇത്തരത്തിൽ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ കൊണ്ടുവരേണ്ട മാറ്റത്തെ പറ്റിയും ഒപ്പം ഡ്രൈവിംഗ് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അതിൽ കർശന നടപടികൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും അറിയിച്ചിരിക്കുന്നത്. ശരി ഗോകുൽ.